സോ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ ഇന്ന് നമ്മളിവിടെ വീട്ടിൽ ചേച്ചിക്ക് ഒരു വളകാപ്പ് സെറ്റ് ചെയ്യാണ്. ആക്ച്വലി വളകാപ്പൊന്നുമല്ല, പക്ഷെ നമ്മളിങ്ങനെ ചേച്ചിയുടെ 7th മന്തിൽ നമ്മളിങ്ങനെ അപ്പുചേട്ടൻ്റെ വീട്ടിൽ നിന്ന് വിളിച്ചുകൊണ്ട് വരുവാണ്. അപ്പോൾ നമ്മൾ ഇവിടെ ഒന്ന് ചെറുതായിട്ടൊന്ന് വെൽക്കം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് പരിപാടികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്കൊന്ന് കാണാം. ഓക്കെ, എടുക്കുന്നതുകൊണ്ട് താര് സുന്ദരിയായിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങളിവിടെ കണ്ടുപിടിക്കുന്നത്. സുബു, നാളെ ചാലുവിനെ വെൽക്കം ചെയ്യാൻ എല്ലാം റെഡിയായോ? എല്ലാം റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ആ സൈഡിലോട്ട് നോക്കുന്നില്ല, പിള്ളേരാണ് അതെല്ലാം ചെയ്യുന്നത്. ഓക്കെ 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 ഗൈസ്, ബൈ. സിമ്പിൾ സിമ്പിൾ ഉത്തരം. ഹായ് ഗൈസ്, ഞങ്ങളിവിടെ കുഞ്ഞുമാമയുടെ കാല് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. സോ ഫൈനലി നമ്മൾ ഉദ്ദേശിച്ചതിൽ നല്ല അടിപൊളിയായിട്ട് നമുക്ക് അതിൻ്റെ ഡെക്കറേഷൻസും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റിയായിരുന്നു. നമ്മൾ ആദ്യം വിചാരിച്ചത് ഒരു ചെറിയ രീതിയിലുള്ള ഒരു സർപ്രൈസൊക്കെയാണ് എന്ന് പറഞ്ഞാൽ നമുക്ക് പറ്റുന്ന രീതിയിലൊക്കെ ഒരു ഡെക്കറേഷനൊക്കെയാണ്. പക്ഷേ അത് ഫൈനലി ചെയ്തു വന്നപ്പം നല്ല രീതിയിൽ തന്നെ നമുക്കതൊന്ന് സെറ്റാക്കാൻ വേണ്ടിയിട്ട് പറ്റി. നമ്മുടെ കയ്യിലുള്ള സെറ്റപ്പൊക്കെ കൊണ്ട് തന്നെ നമ്മൾ ചെയ്തതാണ്, എന്നാലും നല്ല അടിപൊളിയായിട്ട് ചെയ്യാൻ പറ്റി. അപ്പോൾ ഇനി അടുത്ത ദിവസം കാണാം. എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ ഈ സർപ്രൈസ് ഒരുക്കിയത്? കണ്ടിട്ട് എങ്ങനെ തോന്നി? രണ്ടുപേരുടെയും മികവേറിയ ഒരു കഴിവുകൾ പതിപ്പിച്ചിട്ടുണ്ട്. കാൽപാദങ്ങളും കൊള്ളാം. കാൽപാദങ്ങൾ ചെറുത്. ഇനി വരുന്ന ചെറുതിനോട് പറയാൻ എന്താ ആഗ്രഹിക്കുന്നത്? കുറവും പറയാം. ഓ, ബ്ലഷ് ഒക്കെ നല്ല ഇങ്ങനെ എടുത്ത് വെക്കുന്നത്. കണ്ടിട്ടാണോ ബ്ലഷ് ഇടുന്നത്? സോ ദേ നമ്മുടെ വീട്ടിലെ ആൻറ്റിമാരും അമ്മമാരും എല്ലാവരും ചേച്ചിനെ വിളിക്കാൻ വേണ്ടിയിട്ട് പോകാൻ വേണ്ടിയിട്ട് ഇതേ വന്നു വീട്ടിൽ. പിന്നെ നമ്മുടെ ഡെക്കറേഷൻ കാര്യങ്ങളെല്ലാം ഓൾമോസ്റ്റ് എല്ലാം കഴിഞ്ഞിരുന്നു. പിന്നെ നമുക്ക് വേണ്ട കുറച്ച് സ്വീറ്റ്സും കുറച്ച് ഫ്രൂട്ട്സും ഒക്കെ എടുത്ത് വെക്കാനുണ്ടായിരുന്നു. അത് നമ്മൾ അച്ചാച്ചയ്ക്കും അപ്പാപ്പിക്കും ഒക്കെ കുറച്ച് റെസ്പോൺസിബിലിറ്റി ഒക്കെ ഏൽപ്പിച്ചിട്ട് നമ്മൾ അവിടെ നിന്ന് പിന്നെ ഇറങ്ങി. അങ്ങനെ ദേ നമ്മൾ അപ്പുചേട്ടൻ്റെ വീട്ടിലൊക്കെ എത്തി. അവിടെ എത്തിയപ്പം ചേച്ചിയാണെങ്കിൽ നല്ല സുന്ദരിയായിട്ട് സാരിയൊക്കെ ഉടുത്ത് മുല്ലപ്പൂവൊക്കെ വെച്ച് നല്ല സുന്ദരിയായിട്ട് നിൽപ്പുണ്ടായിരുന്നു. അവിടെ അപ്പുചേട്ടൻ്റെ കസിൻസ്, പിള്ളേർ സെറ്റും ഫാമിലിയിലുള്ളവരും ഒക്കെ ഉണ്ടായി. നമ്മൾ പിന്നെ അവരൊക്കെ ആയിട്ട് കുറച്ച് നേരം വർത്തമാനമൊക്കെ പറഞ്ഞ് ടൈമൊക്കെ സ്പെൻഡ് ചെയ്തതിന് ശേഷം നമ്മൾ വേണ്ട ഫുഡടി കലാപരിപാടികളിലേക്കൊക്കെ കടന്നു. അങ്ങനെ നമുക്ക് തിരിച്ച് പറഞ്ഞ ഒരു ടൈമിൽ തന്നെ വീട്ടിൽ കയറേണ്ടതായിട്ടുള്ളത് കൊണ്ട് നമ്മൾ പെട്ടെന്ന് എല്ലാവരും ഫുഡൊക്കെ കഴിച്ചു. അവിടെ നിന്ന് ഇറങ്ങുന്ന ടൈമിൽ നമ്മൾ തിരിഞ്ഞ് നോക്കരുത്, നേരെ സ്ട്രെയിറ്റ് ആയിട്ട് പോകണമെന്നുള്ള റൂളൊക്കെ അവിടെ നിന്ന് പറഞ്ഞിട്ടുള്ളത് കൊണ്ട് ചേച്ചി അതേപടി പറഞ്ഞതനുസരിച്ച് കുറച്ച് കരച്ചിൽ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും പറഞ്ഞ പോലെയൊക്കെ കേട്ട് ആൾ കാറിലൊക്കെ പോയിരുന്നു കേട്ടോ. എന്തിനും പറയാനുണ്ടോ? അങ്ങനെ ദേ നമ്മൾ വീട്ടിലെത്തി. ചേച്ചിക്ക് ഒരു ഐഡിയ ഇല്ല, നമ്മൾ ഇനിയാണ് വളകാപ്പ് സർപ്രൈസ് കാണാൻ വേണ്ടിയിട്ട് പോകുന്നത്. പാട്ടൊക്കെ നമ്മൾ ചെറിയൊരു സർപ്രൈസ് കൊടുത്ത് ചേച്ചിയെ വെൽക്കം ചെയ്യാനാണ് പ്ലാൻ ചെയ്തതെങ്കിലും ഭയങ്കര ഇമോഷണലായിപ്പോയി നമ്മളെല്ലാവരും. അത്രയും നല്ലൊരു ബ്യൂട്ടിഫുൾ മൊമെൻ്റ് ആയിരുന്നു അത്.
കാരണം ആ ഒരു മൊമെൻറ്റിലാണ് നമ്മളെല്ലാവരും റിയലൈസ് ചെയ്തത് ലൈക്ക് ഒരു പ്രഗ്നൻ്റ് ആയിട്ട് ഇരിക്കുന്ന ടൈമിൽ നമ്മൾ എന്തൊക്കെ ഇമോഷൻസിൽ കൂടെ ആയിരിക്കും പോകുന്നത്, മിക്സഡ് ആയിട്ടുള്ള ഇമോഷൻസിൽ കൂടെ. അതുപോലെ നമ്മളുടെ ഫാമിലി മെമ്പേഴ്സിനായാലും നമ്മുടെ ഫാമിലിയിൽ ഒരു പുതിയൊരു മെമ്പറിനെ വെൽക്കം ചെയ്യാൻ വേണ്ടി പോകുമ്പോൾ എന്തൊക്കെ മാറ്റങ്ങൾ വരുന്നു എന്നുള്ളത്, നമ്മൾ ഇമോഷണലി എങ്ങനെ പ്രിപ്പയർഡ് ആകുന്നു എന്നുള്ളതും ചേഞ്ച് ആകുന്നു എന്നുള്ളതും ഒക്കെ നമുക്ക് ഈ ഒരു മൊമെൻറ്റിലാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതുപോലെ ഈ ഒരു ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചേച്ചി പ്രഗ്നൻ്റ് ആയതിന് ശേഷം ചേച്ചിക്കും അതുപോലെ കുഞ്ഞുവാവയ്ക്കും വേണ്ടിയിട്ട് ആദ്യമായിട്ട് ചെയ്യുന്ന ഒരു ഫംഗ്ഷനായിരുന്നു. ഈ വീഡിയോ എനിക്ക് എന്നും ഒരു മെമ്മറി ആയിട്ട് സൂക്ഷിക്കേണ്ടതുകൊണ്ട് ഞാൻ ഈ വീഡിയോയിൽ അധികം എഡിറ്റിങ്ങും ഒന്നും ചെയ്തിട്ടില്ല. വളരെ റോ ആയിട്ടുള്ള ക്ലിപ്സും കാര്യങ്ങളുമാണ് ഇതിനകത്തെല്ലാം ഉള്ളത്. അൺഎക്സ്പെക്ടഡ് ആയി പോയി കേട്ടോ. സ്വന്തമായി തിന്നാനല്ല, അങ്ങോട്ട് കൊടുക്കാനാണ്. സോ ഗൈസ്, ഞങ്ങൾ സക്സസ്ഫുള്ളി ഞങ്ങളുടെ എക്സിക്യൂട്ട് ചെയ്തിരിക്കുകയാണ് ഗൈസ്. എല്ലാവരും ഹാപ്പിയാണോ? കുറച്ച് ബുദ്ധിമുട്ടാണ് ഞങ്ങൾക്ക് ചിരിക്കാൻ, എന്നാലും ഞങ്ങൾ എല്ലാവരും സഹിക്കണം കേട്ടോ. ഓക്കെ ഗൈസ്, ബൈ ബൈ.